ഹായ്, ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? നമ്മൾ ചായക്കുന്നൊരു അവിലുണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അവിലുണ്ട ഉണ്ടാക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്, ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഈ ഒരു കപ്പിൽ ഒരു പൊട്ടുകടല എടുത്തിട്ടുണ്ട്, പിന്നെ 2 അച്ച് ശർക്കര, കുറച്ച് മുന്തിരി, 3 ഏലക്കായ്, സൂര്യകാന്തി ചെടീൻ്റെ വിത്തായത്, പിന്നെ ഒരു 5-8 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നമ്മളെ കുമ്പളത്തിൻ്റെ അതായത് മത്തങ്ങ വിത്ത്, അതാണ് പംകിൻ വിത്ത് അത്, പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് അവൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവിലൊന്ന് ചൂടാക്കി എടുക്കാം. അവിലിപ്പോൾ ഏതവിലും വേണമെങ്കിലും എടുക്കാം. വെള്ള അവിലും, പല മട്ട അരിൻ്റെ അവിലുണ്ട്, സാധാ അരിൻ്റെ അവിലുണ്ട്, പിന്നെ വെള്ള അവിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏതവില് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അധിക ദിവസം ഉണ്ടാക്കലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാകലുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല ചേർക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്കായിട്ട് അത് ഇട്ട് കൊടുക്കാം. തേങ്ങ അധികം ചുവന്നും വരെ ഒന്നും വേണ്ട. ഈ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര നല്ലോണം അരിച്ച് ഉരുക്കി നല്ലോണം അരിച്ച് ഇവിടെ കൊഴിച്ച് ഇതിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല നൈസായി പൊടിയല്ല, കുറച്ച് തരി പോലെ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതിയാ. ഇങ്ങനെ മതി. നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ പംകിൻ്റെ സീഡ് ഇട്ട് കൊടുക്കാം, പിന്നെ സൂര്യകാന്തിൻ്റെ സീഡ് ഇട്ട് കൊടുക്കാം. സീഡുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടത് മാത്രം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് ഉരുട്ടാൻ പാകത്തിന് ഒന്ന് ചൂട് കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കാണിച്ചു തരാമേ. ഇത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് വരുത്തിയിട്ട് കുറച്ച് നെയ്യ് ആക്കിയിട്ട് നമുക്കിതിന് ഉരുട്ടിയെടുക്കാം. അപ്പം നമുക്കിപ്പോൾ ഇത് ഒരേ വലിപ്പത്തിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂണിനകത്ത് എടുത്തിട്ട് ഇതിങ്ങനെ കയ്യിൽ വിട്ടിട്ട് അതേപോലെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ഉണ്ടയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കേട്ടാ, അടിപൊളി ഉണ്ടയാണ്. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം തരണം എല്ലാവരും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.